കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ 52,635 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരിനായെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2021 ചുമതലയേറ്റ സംസ്ഥാന സർക്കാർ ആദ്യമെടുത്ത തീരുമാനം സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക എന്നതായിരുന്നു. ഇതിനായി സർവേ നടത്തി 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ഓരോ കുടുംബങ്ങൾക്കും ദാരിദ്ര്യമുക്തിക്കായി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി. 5 വർഷം കൊണ്ട് 94.47% പേരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനായെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ 2021 ഈ ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനം, എന്താണ് പ്രത്യേകത? ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗം, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നേരെ സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാർ പോയി ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ ഒന്നാമത്തെ തീരുമാനം. അത് കാണിക്കുന്നത് തന്നെ ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് എന്നാണ്. ആരോടാണ് ഗവൺമെന്റിന് പ്രതിബദ്ധത എന്നാണ് ഇത് കാണിക്കുന്നത്. 1991 ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളം ഇതാ 2025 ആഗസ്റ്റ് 21 ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചുകൊണ്ട് പുതിയൊരു ചരിത്രം കൂടി രചിക്കാൻ പോകുന്നു. 21,87,000-ലധികം ഡിജിറ്റൽ നിരക്ഷരരെ കണ്ടെത്തിയിട്ടാണ് അവരെ മുഴുവൻ വോളണ്ടിയർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിച്ചത്. കണ്ണൂർ ജില്ല കൈവരിച്ച നേട്ടം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും നേട്ടത്തിന്റെ അവകാശികളാണ്. മാലിന്യമുക്തി ഉൾപ്പെടെയുള്ള മറ്റ് പ്രവർത്തനങ്ങളും ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA-മാരായ KK ശൈലജ ടീച്ചർ, KV സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK സുരേഷ് ബാബു, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T. സരള, LSGD ജില്ലാ ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ആസൂത്രണ സമിതി അംഗം KV ഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M. ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP ഷാജിർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P. ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.